എടാ നീ ശരിക്കും എന്ത് ഞാൻ നിന്നെ കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ ശരിക്കും സ്ഥലം എവിടെ? ഞാൻ പെരിന്തൽമണ്ണല്ല, ഒരു ബോർഡറാ. ശരിക്കും പാലക്കാട് ജില്ലയാണ്. മലപ്പുറം അല്ലാണ്. പക്ഷെ പറയുമ്പോ പെരിന്തൽമണ്ണാന്ന് അറിയാം. മലപ്പുറത്തിന്റെ പെരിന്തൽമണ്ണ അതിന്റെ അടുത്ത്. പെരിന്തൽമണ്ണ എവിടാ? മുതിർച്ചയൊക്കെ അറിയോ? ആനമണലായാലും അറിയാം. മണലായ ആനമങ്ങാട് അതിന്റെ അടുത്ത് തന്നെ. ആടെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. നോക്കിയാലോ? ആരാ നോക്കിയാലോ? അവിടെ ആരോ വിളിക്കുന്നു. നമ്പറിലേക്കാ സംഭവം. ഹലോ ആരാ? എടാ ഇത് ക്യാമറ ഓണാക്കി. ഇത് ആരാ? ഇതിന്റെ പല്ല് മാത്രമേ കാണുന്നുള്ളൂ. മോനെ ക്യാമറ ഓണാക്കിയില്ലേ ഞങ്ങൾക്ക് കോൾ കട്ട് ചെയ്യും. പെട്ടെന്ന് ലൈറ്റ് ഇട് പോ. ഇല്ല കോൾ കട്ട് ചെയ്യും. ചങ്കോ മെസ്സേജ് ഓക്കെ ഇല്ല. ഫേസ് ടൈം വരും കണ്ടോ? ഫേസ് ടൈം മാത്രമേ വരുന്നുള്ളൂ. നോക്ക് കണ്ടോ? ഇനി ഫേസ് ടൈം മാത്രമേ വരും. സൈലന്റ് ആക്കിട്ടാലോ? അമീൻ എ കെ ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. മാവ തൊപ്പി ചുട്ടമല്ലേ ഡാൻസ്. 35K ലോഡിംഗ് 35K ആയോ? നിനക്കൊന്ന് റീഫ്രഷ് അടിച്ചു നോക്കട്ടെ. സ്ട്രീമിങ്ങിൽ ആലോചിച്ച് നോക്കിയാ, സ്ട്രീമിങ്ങിൽ ആകുള്ള ആരാ? ഞാന്, ഈഗിള്, സായിപ്പ് കഴിഞ്ഞ്. വേറെ ആരെങ്കിലും സ്ട്രീമേഴ്സിന് എനിക്ക് അറിയോ? അറിയില്ലല്ലോ. അതാ ഞാൻ ആലോചിക്കുന്നത്. ഇതാ ആരും എന്താ സ്ട്രീമിങ്ങിലേക്ക് ഇറങ്ങാത്തത്? അതാണ് എന്റെ സംശയം. അതെന്താ ഇറങ്ങാത്തത്? എനിക്ക് തോന്നിയ എന്താ വെച്ചാലേ, ഒരു ഫോൺ ഉണ്ടെങ്കിൽ ബ്ലോഗർ ആവാ. പക്ഷെ ഇതൊക്കെ വേണ്ടേ? അതാവും ചിലപ്പോ. അല്ല ഇതൊക്കെ വാങ്ങണം. ശരിയല്ലേ, കുറച്ച് സെറ്റപ്പ് കുറച്ച് കൂടുതൽ വേണമല്ലോ. അല്ലെങ്കിൽ എടാ മോനെ സ്ട്രീം തുടങ്ങാൻ വേണ്ടി ഫോണ് മാത്രം മതി. ഒന്നാമത്തെ കാര്യം. ശരിക്കും പറഞ്ഞാൽ ഫോണ് മാത്രമായിട്ട് സ്ട്രീം തുടങ്ങാം. അറിയില്ല പറ്റിട്ട്. നീ ഇപ്പൊ പുറത്ത് പോകുന്നില്ലേ? പുറത്തോട്ട് റീൽ എടുക്കുന്നില്ലേ? അത് നിനക്ക് സ്ട്രീമില് ഞാൻ പറയുകയാണെങ്കിൽ നീ പറയല്ലേ, ഞാൻ ഒന്ന് പ്രിപ്പയർ ആട്ടെ. പറ. ടാലന്റ് വൈസ് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. ഒരു പേര് മാത്രം അങ്ങനെ അപ്പുറം ഇപ്പുറം നിന്ന് പറയാൻ പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും 2 അഞ്ചിൽ കാണാൻ പറ്റും. ഞാൻ എന്റെ ഒരു സ്റ്റാൻഡ് ഇതാക്കിന്. ഞാൻ മെസ്സി ചെയ്യുന്ന പണ്ട് മുതലേ പറഞ്ഞത്. നീ അങ്ങനെ നിന്റെ സ്റ്റാൻഡ് നീ ക്ലിയർ ആക്കി. റൊണാൾഡോ ഓർ മെസ്സി? ഞാൻ പണ്ട് മുതലേ മറ്റേ നല്ല ഹാർഡ് വർക്കിംഗ് ഒക്കെ റൊണാൾഡോ ആണല്ലോ. പക്ഷേ ടാലന്റ് വൈസ് മെസ്സി. സൂപ്പർ റൊണാൾഡോ ഫാനടാ. അങ്ങനല്ല, ഓൻ നല്ല ഹാർഡ് വർക്കിംഗ് കാര്യങ്ങളൊക്കെയാണ്. മെസ്സി ഹാർഡ് വർക്കിംഗ് ഇല്ല എന്നല്ല പഠിച്ചോ, ഇനിയിപ്പോ അതിനെ കയറി പണി. പിന്നെ അത് മാത്രല്ല, മെസ്സി റൊണാൾഡോ തല്ലുണ്ടായിരിക്കും. അല്ല അങ്ങനെ കൂടി നോക്കാം. അങ്ങനെ നോക്കിയാ റൊണാൾഡോ ഇല്ലടാ, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. മസിലും ബോഡി പവർ അങ്ങനെയൊന്നും അല്ല. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇതിപ്പോ ഇത് ഇത്രയും തടിയും മണ്ണും ഉണ്ട് ഈ മണ്ടൻ കുണ്ടക്ക്. പക്ഷെ ബുദ്ധിയുള്ള ഒരുത്തൻ വന്നിട്ട് ഒരു കുറച്ച് കുംഫു എല്ലാം അറിയുന്ന ഒരുത്തൻ വന്ന് ഇതാക്കി എന്താക്കും? ഇവ മൂഞ്ച. അതാ പറഞ്ഞ അങ്ങനെ ബോഡിയും മസിലൊന്നും കാര്യമൊന്നുമില്ല. സംഭവണ്ടല്ലോ, മെസ്സിയാണ് ടോപ്പ്. ഗെയിമില് നോക്കുമ്പോ മെസ്സിയാണ് അടിപൊളി. പക്ഷെ നമുക്കുണ്ടാവല്ലോ ഗസ്റ്റ് വന്ന് സംസാരിക്കുന്നതാണെന്നില്ല മണ്ടൻ കൊണ്ട് പോടാപ്പുറത്ത്. കളിച്ചാണ് എനിക്ക് റാംബോന്ന് പേര് വന്നത്. ഇതൊക്കെ ഞാൻ ഒരു കാര്യം പറട്ടെ, നിനക്ക് ആരും റാംബോന്ന് പേരിട്ടില്ല. നീ നിന്നെ സ്വയം വിളിച്ചതാണ്. മനസ്സിലാ? അപ്പൊ എല്ലാരും വിളിച്ചില്ലേ? എന്താ എടാ, ആൾക്കാർ ജനം നിനക്ക് പേര് തരണം. മനസ്സിലാ? അതാണ് റിയൽ പേര്. അല്ലാണ്ട് നീ തന്നെ നിന്നെ റാംബോന്ന് വിളിച്ചിട്ട് എന്തെന്നാ? നീ പറ, എന്താ പറഞ്ഞത്? ഗെയിം വൈസിൽ ഓഫ് കോഴ്സ് മെസ്സി, ബാക്കി കാര്യങ്ങളിലൊക്കെ. പക്ഷെ നമുക്ക് ഒരു പേഴ്സണലി ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. മനസ്സിലായി. അതിപ്പോ ഒരാൾ ഇഷ്ടങ്ങളാണ്. അത് ഓക്കെ. ഞാൻ മെസ്സി ഫാൻ, നീ റൊണാൾഡോ ഫാൻ. അതെല്ലാം അടുക്കട്ടെ. ഓക്കെ. BM റൈഡ് വിത്ത് വാവാ. എടാ അത് IRL സ്വിച്ച് ചെയ്യണം. BM പോണാ? BM പോണേ പോവാ. കുറച്ചടങ്ങണം. BM ചെറിയ കുറച്ച് പണികളുണ്ട്. അതാണ്. നമുക്ക് ഇവിടെ ഇരിക്കാം. നമുക്ക് ഇവിടെ ഇരിക്കാം. അതാണ് BM ബ്ലോർ കംപ്ലൈന്റ് ആണ്. പ്രശ്നമൊന്നുമില്ല. വണ്ടി ഓടലും ശേഷം ബ്ലോർ കാറ്റ് വരില്ല. അങ്ങനെ നാളെ ശരിയാക്കണം. രാവിലെ കൊണ്ട് ശരിയാക്കണം. ഓരോ ദിവസം ഓരോ പണി വരുന്ന വണ്ടിക്ക്. കാര്യം എനിക്കിപ്പോ നല്ല കണ്ണാറാ. ഇതിന്റെ തണ്ടലൊക്കെ പിക്കണോ? എഞ്ചിൻ പണി മാത്രമേ വരാണ്ടുള്ളൂ. എഞ്ചിൻ പണി വന്ന് എഞ്ചിന്റെ ലീക്കിന്റെ കുറെ അങ്ങനത്തെ കുറെ പണി വന്ന്. എഞ്ചിൻ പണി, ഗിയർ ബോക്സ്, ഫുള്ള് പണികളാവും.
AKC ഇതെന്താ AKC സ്പാം? ഒരു മിനിറ്റ് ഒന്ന് നോക്കട്ടെ. ഈ AKC ആരാടാ? എന്റെ ഇൻട്രസ്റ്റ് ആയാലും കാർ ഇഷ്ടാ. എനിക്ക് അങ്ങനത്തെ ഒരു പെണ്ണുങ്ങൾ നമുക്ക് സാറിനെ വിളിക്കാം. സാർ അല്ല മറ്റേ മേറിനെ വിളിക്കാം. എങ്ങനെ കുത്തണ്ടേ? അല്ല നീ വിളിച്ചിട്ട് വിളിക്ക. നമ്പർ ലീക്ക് ആയാലോ? ആ ശരിയാ. ഒറ്റ മിനിറ്റാ, ഞാൻ ഒരു സാധനം ഒന്ന് കളയട്ടെ. ഇത് വേറെ ചെയ്യുന്നുണ്ട്. എന്താടാ ഇത്? ഇതെന്താടാ ഇത്? ആർക്കാ മെഹറിനല്ലേ വിളിക്കണ്ടേ? ഇത് എടുക്കാൻ പറ്റണ്ടേ? ഇതെടുക്കാൻ പറ്റുന്നില്ല. ഓ ആദ്യം കുറച്ചേ എത്ര കോളൊക്കെ വരുന്നുണ്ട്. അല്ലാ എടുത്തിട്ടുണ്ട് പറയണോ? വേണ്ട, ഞാൻ എനിക്ക് എന്താ വെച്ചാല് അല്ലേ ഹേറ്റേഴ്സാ. എടാ ഈ ഫേസ് ടൈം ഓടി അങ്ങ് ഓഫ് ആക്കിയാൽ മതി, മനസ്സിലാവും. നിങ്ങൾക്ക് ഇതൊക്കെ അറിയാലേ. എന്റെ നമ്പർ എല്ലാ ആഴ്ചയും ലീക്ക് ആവുമല്ലോ. മൊബൈൽ ഇടയിലേന്നു ഞാൻ എല്ലാ പണിയും എടുത്തിട്ടുണ്ട്, അറിയോ? കോഴിപ്പണി. എടാ എന്നെ കുറിച്ച് എല്ലാം അറിയാതെ വരെ. നീ അന്ന് മറ്റേ ഫാനാന്ന് പറഞ്ഞല്ലേ മറ്റേ ഇന്റർവ്യൂ, അത് ഞാൻ മറന്ന്. എടാ അങ്ങനെ ഒരു ഫാസ്റ്റ് ഞാൻ മറന്ന്. ഇവനെ ഞാൻ ആദ്യം കാണുന്നത് അങ്ങനെയാലേ. ഞാൻ അന്ന് വിളിച്ചെടുക്കാണ് പോലി വഴി. ഞാനപ്പൊ റാഗിങ്ങിന് ഇരിക്കുന്നു. ഞാൻ ഫസ്റ്റ് ഇയർ ആണേ. അപ്പൊ റാഗിങ്ങിന് സീനിയേഴ്സ് വിളിച്ചിരിക്കുന്നു. കണ്ടില്ല. എന്നിട്ട് അടിക്ക് വന്നിട്ട് ഞാൻ കൊറേ ഞാന് BBA അന്ന് BSc ആയിരുന്നു. ഇപ്പൊ BBA. ഏത് കോളേജാ? ഞാൻ കർണാടക കോളേജ്. ലീക്ക് ആവണല്ല, അവിടുത്തെ റാഗിങ് പറഞ്ഞ ചുമരം മറ്റോ. ഇല്ല ഓല് നല്ല ആൾക്കാരാ. ഇല്ല ചെലപ്പോ എടാ ജെറി ഇവിടെ ഒരു ടെക്നിക്കൽ. എടാ ജെറി ഇതിന്റെ ഉള്ളിൽ ഇത്ര ആൾക്കാരൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവിടെ. ഞാനൊരു കാര്യം പറ്റേ, ഇവിടെ വന്ന ആൾക്കാർ പോലില്ല. എനക്ക് വന്ന് നീ എടുത്ത് പോകില്ല. എനക്ക് വന്ന്